നമുക്ക് ഇങ്ങനെ ഒരാളിനെ ഇല്ലാത്ത രോഗം വച്ചിട്ട് നിങ്ങൾ ബൈപ്പോളറാണ് അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറയാൻ അവർക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ? അർഹത ഇതിപ്പം ഒരു മാനസിക രോഗം അതിന് മുന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഡിവോഴ്സ് കിട്ടാനായിട്ട് ഗ്രൗണ്ട്സ് ഉണ്ട്. ഏകദേശം 7 ഗ്രൗണ്ട്സ് ഉണ്ട്. ആ 7 ഗ്രൗണ്ട്സിൽ വന്നാലേ നമുക്ക് ഡിവോഴ്സിന് നമ്മൾ ഈ ഗ്രൗണ്ട്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 7 ഗ്രൗണ്ട്സിൽ മെൻ്റൽ ഇൽനെസ് വരുന്നുണ്ട്. പക്ഷേ ഈ മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഗ്രാവിറ്റി ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അത് ക്രൂവൽറ്റിയിലോട്ട് വരണം. അതായത് കൗണ്ടർ പാർട്സിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ മെൻ്റൽ ഇൽനെസ് കൊണ്ട് ഉണ്ടാവുന്ന ക്രൂവൽറ്റിയുടെ വോളിയം അനുസരിച്ചിട്ടാണ് കോടതി മൊഴിയെടുത്തിട്ടാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് ഇങ്ങനെ ഡിപ്രഷനുണ്ട്, ബൈപ്പോളർ ഡിസോർഡർ ഉണ്ട്, ഇതെല്ലാം പ്രൂവ് ചെയ്യണം. അതിൻ്റേതായ നിയമവശങ്ങളും ഉണ്ട്. നിയമവശങ്ങളെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ബോർഡിൽ അയച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് കോടതി തന്നെ തീരുമാനിക്കുന്നത്. ഒരിക്കലും ഒരാൾക്ക് ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സിനൊരു ഗ്രൗണ്ട് അല്ല. അത് ക്രൂവൽറ്റിയിൽ വന്ന് കൗണ്ടർ പാർട്ടിന് എന്തുമാത്രം ബുദ്ധിമുട്ട്, ആ ക്രൂവൽറ്റിയുടെ വോളിയം അനുസരിച്ചിട്ടാണ് കോടതി തീരുമാനിക്കുന്നത്. ഒരിക്കലും ആ മെൻ്റൽ ഇൽനെസ് ഇന്നതുണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ്, അതിനകത്ത് കുറേ നോംസ് ഒക്കെ ഉണ്ട്. അത് വെറുതെ ചെന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ അതൊരു ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട് ആണെന്ന് ചോദിച്ചാൽ അത് കൗണ്ടർ പാർട്ട് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു, അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു, അവരതിൽ എന്തുമാത്രം സഹിച്ചു, അതൊക്കെ പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കേ അതിനകത്തൊരു ഡിസിഷൻ വരത്തുള്ളൂ. ഇപ്പോൾ ഈ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വന്നിട്ട് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ബൈപ്പോളർ ആണ്, എസെക്ഷൽ ആണ്, ബൈസെക്ഷൽ ആണ്, അങ്ങനെ പല തരത്തിലുള്ള ടേംസ് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ വരുന്ന സാധനങ്ങളിൽ എത്രമാത്രം ഒരു ശരി ഉണ്ടായിരിക്കാം? അതായത് ഈ വന്ന് പറയുന്നതിനകത്ത് അവർ പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കുമല്ലോ അവരൊരു ബന്ധം പിരിയാൻ അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടി ഒരു മാർഗമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണോ അതോ ശരിക്കും അവർ ഇന്റന്റ് ചെയ്യുന്നതാണോ? ഒരു 20 years എക്സ്പീരിയൻസ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് 3 ശരികളുണ്ട്. ഒന്ന് ഹസ്ബൻഡ് പറയുന്ന ശരി, വൈഫ് പറയുന്ന ശരി, പിന്നെ മൂന്നാമതൊരു യഥാർത്ഥ ശരിയുണ്ട്. അപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ് എന്ന നിലയിൽ വി ഷുഡ് ബി ക്ലെവർ ടു ഫൈൻഡ് ഔട്ട്, അതായത് ഇവർ പറയുന്നത് എത്രത്തോളം അതിന് ഗ്രാവിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം വിവേകം നമ്മൾ കാണിക്കണം. മനസ്സിലായില്ലേ? അപ്പം അതിന് സമയമെടുത്ത് നമ്മളത് കണ്ടുപിടിക്കാനുള്ള ഒരു എഫേർട്ട് നമ്മൾ വക്കീലന്മാരെ എടുക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും. ആക്ച്വലി മാഡം, ഇതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ പലപ്പോഴും ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന ടേമും അല്ലെങ്കിൽ ഈ പറയുന്ന ബൈപ്പോളാർ തുടങ്ങിയിട്ടുള്ള ഈ മെൻ്റൽ ഡിസോർഡേഴ്സിനെ വളരെ വലുതായിട്ട് ഇപ്പം എടുത്തുപയോഗിക്കുന്നുണ്ട്. മാം നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയാസിൽ കാണുന്നത് വെച്ചിട്ട്. ഇതിന് പുറമെ ആയിട്ട് ഇതിനൊരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനൊരു മെൻ്റൽ ഡിസോർഡർ ഉണ്ട് എന്ന് കാണിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാകുമോ? ഇപ്പം സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ സൈക്കാട്രിസ്റ്റിനോ ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് പറ്റുമോ? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനോ മെഡിസിൻ എഴുതാൻ പാടില്ല. ഓക്കെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രമാണ് ഒരു രജിസ്റ്റേർഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണല് എന്താണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള അസസ്മെൻറ്റിലൂടെയും ഒക്കെ തെളിയിച്ചു കൊടുക്കുന്ന ആൾക്കാർ. മെഡിസിൻ എഴുതേണ്ട ആൾക്കാർ സൈക്യാട്രിസ്റ്റാണ്. ചില സൈക്യാട്രിസ്റ്റുകൾ കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തികൾ എത്തുമ്പം കുറച്ച് സമയമേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ അസസ്മെൻറ്റ് രീതികളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ ആൾക്കാർ പേടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കണ്ടിട്ട് അത് തന്നെ മനോരോഗിയാക്കി കോടതിയിലേക്ക് കേസ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം പല പേഷ്യൻസും എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ സൈക്യാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒന്നും കാണാൻ പോകില്ല. അപ്പോൾ എനിക്ക് മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം, ഇപ്പോൾ നമ്മൾ തലവേദന പോലെ തന്നെ അല്ലെങ്കിൽ നമുക്കൊരു മൈഗ്രെയിന് നമ്മളൊരു ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ മെഡിസിൻസ് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഒരു വയറിന് പ്രശ്നം വരുമ്പോൾ ഒരു ഗ്യാസ്ട്രോ ഡോക്ടർ മെഡിസിൻസ് എഴുതാറുണ്ട്. പക്ഷേ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ കൗൺസിലിങ്ങിന് പിന്നെയും വരും. പക്ഷേ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിക്കുന്നുണ്ട്. കാര്യം ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ വച്ചിട്ട് എന്തെങ്കിലും കോടതി കൊടുത്തിട്ട്
അവർക്ക് എന്തെങ്കിലും ഡിവോഴ്സ് വല്ലതും കിട്ടുമോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചതിക്കുമോ, പാർട്ണർ ചതിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടോ? ഒരു പ്രിസ്ക്രിപ്ഷൻ വച്ചിട്ട് ഒരാളിന് മാനസിക രോഗമാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് വേർപിരിയാൻ മാനസിക രോഗം, പറ്റും. മെന്റൽ ഇൽനസ് ഒരു ഗ്രൗണ്ട് ആണ് ഡൈവോഴ്സിന്. പക്ഷേ അതൊരു ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് കോടതി ഒരിക്കലും ഇത് ഗ്രൗണ്ട് അവരിത് ഫയൽ, പക്ഷെ അത് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, കൗണ്ടർ പാർട്ടിന് എന്തുമാത്രം മെൻ്റലി ടോർച്ചറും ക്രുവൽറ്റിയും ഒക്കെ എന്തുമാത്രം സഹിച്ചു, അതിൻ്റെ ഗ്രാവിറ്റി ഒക്കെ എടുത്തിട്ടാണ് കോടതി ഒരു തീരുമാനം. അല്ലാതെ ഈ പ്രിസ്ക്രിപ്ഷൻ വെച്ചൊന്നും കോടതി അത് ഒരു പ്രൈമ ഫേസി ഒരു തീരുമാനമൊന്നും കോടതി എടുക്കത്തില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്ക് മെൻ്റലി അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും രീതിയിലൊരു ഡിവോഴ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവർ ഒരു 10-15 ദിവസം ഒരു ഹോസ്പിറ്റലിൽ, ഒരു പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടന്ന് മൾട്ടിപ്പിൾ മീൻസ് 2-3 സൈക്യാട്രിസ്റ്റ് വന്ന് ഈ ക്ലയൻറ്റിനെ കണ്ട് മെൻ്റലി അൺഫിറ്റ് ആണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമല്ലേ അവർക്കൊരു ഡിവോഴ്സ് കിട്ടത്തുള്ളൂ. അവർക്കൊരു ഡിവോഴ്സ്, അതാണ് ഞാൻ പറഞ്ഞത്, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് ഉടനെ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ കാണിച്ചു എന്നും പറഞ്ഞ് ഒരിക്കലും ഡൈവോഴ്സ് അനുവദിക്കില്ല. അതിനകത്ത് കുറേ നോംസും ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കോടതി പ്രൊസീജിയർ വഴി നടന്നാൽ കാര്യങ്ങൾ അതിനൊരു തീരുമാനം. അപ്പം മാഡം പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ചെറിയൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കാമെന്നാണല്ലോ പറയുന്നത്. അത് നമുക്കൊരിക്കലും ഒരു ബന്ധം ഏർപ്പെടുത്താനുള്ള ഒരു റീസണിലേക്ക് പോവില്ല എന്നാണല്ലോ പറയുന്നത്. ഇതിനകത്ത് വേറൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ മാഡം, പലരും ഈ മാനസിക പ്രശ്നം മറച്ചു വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുമ്പം പല മാതാപിതാക്കളും ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ കല്യാണം കഴിപ്പിക്കുന്നത് ഏതായാലും എൻ്റെ മകനോ മകൾക്കോ ഒരു കല്യാണം കഴിക്കുമ്പോൾ ശരിയാവും. അവരാരും ഈ കുട്ടികളെ ആദ്യമേ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഒരു പേരൻസും കുട്ടികൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു ഇഷ്യൂ ഉണ്ടായാൽ അവരൊരു സൈക്കാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ കല്യാണം കഴിയുമ്പോഴാണ് ഈ വിഷയം രൂക്ഷമാവുന്നത്. രൂക്ഷമായി വരുമ്പോൾ പലപ്പോഴും വരുന്ന വിഷയം മറച്ചു വെച്ചിട്ട് വിവാഹം കഴിച്ചു. ഇത് മറച്ചു വെച്ചത് കാര്യം അവർക്കൊന്നും ടോളറേറ്റ്, അതായത് 2 കൗണ്ടർ പാർട്സിലാണെങ്കിലും കുടുംബക്കാർക്കും അവർക്കും ഇത് മറച്ചു വെച്ചിട്ടാണ്. ഈ ഗുളിക കഴിക്കുന്നത് തന്നെ കല്യാണം കഴിഞ്ഞ ശേഷമായിരിക്കും അറിയുന്നത്. അപ്പം അതൊന്നും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ക്രുവൽറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും ഈ മെൻ്റൽ ഇൽനസ് കൂടുതലും വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്രുവൽറ്റിയുടെ ഭാഗമായിട്ടേ വരത്തുള്ളൂ. അല്ലാതെ ഇന്നത് ചെയ്തത്, ഈ മെഡിസിൻസ് എടുക്കുന്നത്, ഇത് ഞങ്ങളടുത്ത് വരുന്ന കേസുകളിലൊക്കെ മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചു ഒക്കെയാണ് വരുന്നത്. വരുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ആദ്യം കൗൺസിലിങ്ങും മീഡിയേഷനും ഇതെല്ലാം, അതായത് നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച് ഇത്രയും വർഷമായി, ഇതൊരു ഇൽനെസ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റിന് ടാബ്ലറ്റ്സ് എടുത്താൽ തീരാവുന്ന വിഷയമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഒരു വ്യക്തി ഒരു കൗണ്ടർ പാർട്ടിന് ഇത് സഹിക്കാൻ പറ്റാത്ത എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ടോളറൻസ് ലെവൽ എത്രയാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. മാഡത്തിൻ്റെ ടോളറൻസ് ലെവൽ ആയിരിക്കില്ല എൻ്റെത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ടോളറൻസ് ലെവല്, പിന്നെ എന്തുമാത്രം ക്രുവൽറ്റി അനുഭവിച്ചു, അതിൻ്റെ ഒരു വോളിയൂമും കൂടെ കോടതി നോക്കിയിട്ടേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഈ ക്രൂവൽറ്റി എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരാൾ മെൻ്റലി ഇല്ലാണെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ ആൾക്കാരെ പോലെ പുറത്ത് പോയി സിവിയർ മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പൊതുവേ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു പുരുഷനാണെങ്കിൽ. അപ്പോൾ അത് നമുക്ക് ഈ ഡിവോഴ്സിന് ഒരു റീസൺ ആവുമോ? ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാൾ കല്യാണം കഴിച്ചാൽ ആക്ച്വലി കോടതി CRPC നിയമം, അതായത് ഇപ്പോഴത്തെ BNSS നിയമം അനുസരിച്ച് ചിലവിന് കൊടുക്കാൻ പ്രൊവിഷൻസ് ഉണ്ട്. ഇനിയിപ്പം എത്ര മാനസിക കല്യാണം കഴിച്ചിട്ടുണ്ടോ, അതായത് അസുഖമുള്ള ആളാണെങ്കിലും ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണമെന്നാണ് നിയമം. അതായത് ഈ മാനസിക രോഗമാണ്, അതുകൊണ്ട് ചിലവിനൊന്നും കൊടുക്കാൻ പാടില്ല എന്ന നിയമമല്ല. ചിലവിന് കൊടുക്കണം. കല്യാണം കഴിച്ചിട്ടുണ്ടോ, നമ്മൾ ചിലവിന് കൊടുത്തിരിക്കണം. അതാണ് നിയമം.